ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ലേൺ ചെയ്യാൻ പോകുന്നത് പ്ലഗിൻസ്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വേർഡ്പ്രസിൻ്റെ അഡ്മിൻ പാനലിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ചാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ വാട്സപ്പ് അതുപോലെ സോഷ്യൽ മീഡിയ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ആ ഒരു ഇതെങ്ങനെയാണ് നമുക്ക് വേർഡ്പ്രസ്സിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് നമ്മളിവിടെ ജസ്റ്റ് ഒരു ബട്ടൺ മാത്രമേ പ്ലേസ് ചെയ്തിട്ടുള്ളൂ. വേറെ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള സോഷ്യൽ മീഡിയൻ്റെ വാട്സപ്പിൻ്റെ ഒന്നും ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, അതെങ്ങനെ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്ലഗിൻസിലേക്ക് പോവുക. അതിന് ശേഷം ആഡ് ന്യൂ പ്ലഗിൻ എടുക്കുക. എന്നിട്ട് ഇവിടെ വാട്സപ്പ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, വാട്സപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ താഴെ കണ്ടില്ലേ ഫ്ലോട്ടിംഗ് ചാറ്റ് വിഡ്ജറ്റ്, കോൺടാക്ട് ആൻഡ് ചാറ്റ് ഐക്കൺസ്, ടെലിഗ്രാം ചാറ്റ്, ലൈൻ, മെസ്സഞ്ചർ ഇങ്ങനെയുള്ള നിരവധി ചാറ്റ് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഇത് ചാറ്റി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, കമ്പനിയാണ്. ഓക്കെ, ഇതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം എത്ര ഇൻസ്റ്റാൾസും റിവ്യൂവും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം. ഈ കാണുന്ന പോലെ ആയിരിക്കും നമ്മുടെ വെബ്സൈറ്റിൽ ഈ ബട്ടൺസ് വരുന്നത്. ഓക്കെ, മെസ്സഞ്ചറിൽ ഇൻസ്റ്റാഗ്രാം, മെസ്സേജ്, വാട്സപ്പ് എന്നുള്ള പോലെ വരും. ഇനി അതല്ല, നമുക്കിവിടെ 3CX എന്ന് പറയുന്ന ഫ്രീ ലൈവ് ചാറ്റ് കോൾസ് ആൻഡ് വാട്സപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതും ഒരു ചാറ്റ് വിത്ത് യുവർ വെബ്സൈറ്റ് വിസിറ്റേഴ്സിന് റിയൽ ടൈം ഫോർ എ ഫ്രീ എൻഗേജ് വിത്ത് യുവർ കസ്റ്റമേഴ്സ് ആൻഡ് ഇൻക്രീസ് സെയിൽസ്. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ക്ലിക്ക് ടു ചാറ്റ് എന്ന് പറയുന്ന ഹോളി തീംസിന്റെ ഒരു പ്ലഗിനാണിത്. ഇതും അത്യാവശ്യം ഇൻസ്റ്റാളേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിൽ ഇതുപോലെ തന്നെ ലൈവായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ലെറ്റസ് മേക്ക് യുവർ വെബ് പേജ് ആൻഡ് വിസിറ്റേഴ്സ് കോൺടാക്ട് ത്രൂ വാട്സപ്പ് ബിസിനസ് ആൻഡ് മാച്ചിങ് വിഡ്ജറ്റ്. ഓക്കെ, അതുപോലെ നമുക്ക് താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ചാറ്റ് ഉണ്ട്, ജോയിൻ ചാറ്റ്, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ ഓപ്ഷൻസ് ഇവിടെ കാണാം. ഓക്കെ, എനിക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നത് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്ലോട്ടിംഗ് ചാറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഇത് എടുക്കാം. ഇനി അതല്ല നമുക്ക് വേറെ ചാറ്റ് ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളതൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. നമുക്ക് ഒന്ന് രണ്ട് ഓപ്ഷൻസ് നോക്കാമല്ലോ. ഇവിടെ ചാറ്റ് എടുക്കുന്നത് നമ്മൾ ക്ലിക്ക് ടു ചാറ്റ് ഒന്ന് കാണുന്നുണ്ട്, പിന്നെ ഫ്ലോട്ടിംഗ് ചാറ്റ് തന്നെയാണ്. പിന്നെ ഇതും, പിന്നെ ചാറ്റ് വിഡ്ജറ്റ്, അതായത് ഇതിൽ കാണുന്നത് ഓക്കെ നിങ്ങൾ ഇവിടെ കാണാമല്ലോ, വീഡിയോയിൽ കാണുന്നില്ലേ കറക്റ്റ് ആയിട്ട്. SMS കോൾ ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ടു ചാറ്റ് മെസ്സഞ്ചർ ലൈവ് ആൻഡ് ചാറ്റ് സപ്പോർട്ട് ആൻഡ് ചാറ്റ് ബട്ടൺ വിത്ത് അസിസ്റ്റ്. ഓക്കെ, അപ്പം കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാം അല്ലേ. ഓക്കെ, ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് എടുക്കണേ ഇതെടുക്കാം, ഇത് വേണമെങ്കിലും എടുക്കാം. എനിവേ, ഇപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഓക്കെ, ഇതൊന്നും എടുക്കുക. അതിൽ എന്താ വെച്ചാൽ നമുക്ക് ഒന്നുകൂടെ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇൻസ്റ്റാളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, നോർമലി എന്താ ചെയ്യേണ്ടത്, ആക്ടിവേറ്റ് കൊടുക്കുക അല്ലേ. ആക്ടിവേറ്റ് കൊടുക്കുന്ന സമയത്ത് നെക്സ്റ്റ് ടൈം നമുക്ക് ഈ ഒരു പ്ലഗിൻ അവൈലബിൾ ആവും. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഗോ ടു ചാറ്റി ആൻഡ് ക്രിയേറ്റ് വിഡ്ജറ്റ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, എനിവേ നമുക്കിവിടെ ചാറ്റി ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പ്ലഗിൻസ്, ഓക്കെ, ചാറ്റിയുടെ ഓപ്പൺ ആണ്. ക്രിയേറ്റ് ന്യൂ വിഡ്ജറ്റ് ആൻഡ് ക്രിയേറ്റ് ലൈവ് ചാറ്റ്, ഇൻ്റഗ്രേഷൻസ്, വിഡ്ജറ്റ്, കോൺടാക്ട് ഫോം, ലീഡ്സ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം. ക്രിയേറ്റ് ന്യൂ വിഡ്ജറ്റ് ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നല്ല നിറയെ പ്ലഗിൻസ് കാണുന്നുണ്ട്. ഇത് പെയ്ഡ് ആണെങ്കിൽ കൂടി നമുക്ക് ഇതിൽ ഫ്രീ വേർഷൻ കിട്ടും. അതിൽ കുറച്ച് പ്ലഗിൻസ് നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, വിഡ്ജറ്റ് 1 അല്ലേ. വിഡ്ജറ്റ് 1 പേര് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വാട്സപ്പ് വേണം, ഫോൺ കോൾ വേണം, മെസ്സഞ്ചർ വേണമെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം DM ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റഗ്രാം സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, കോള്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം 3 വന്നല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഷെയറിംഗ് ലിങ്ക്, പ്രൊഫൈൽ ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കോൺടാക്ട് നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏതാണോ നിങ്ങളുടെ നമ്പർ അത് പ്ലേസ് ചെയ്യാം. ഓക്കെ, നമ്പർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലേക്കോ കോളായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കോ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. ഓൾറെഡി ഇതെല്ലാം സെറ്റാണ്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് ഓരോ കോളങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി, അനാവശ്യമായിട്ടൊന്നും ക്ലിക്ക് ചെയ്യേണ്ട. ഓക്കെ, വളരെ ആവശ്യമുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നോക്കാം, ഇവിടെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ, ഇവിടെ ഹൈഡ്, ഓക്കെ, അതൊക്കെ കറക്റ്റാണ്. ഇതുപോലെയാണ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ഇതുപോലെ സൈഡിൽ കണ്ടില്ലേ, ഇതുപോലെയാണ് നിങ്ങളുടെ ഡിവൈസിൽ വരിക. ലാപ്പിലാണെങ്കിൽ ഇങ്ങനെ വരും,
മൊബൈലിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരും. ഓക്കെ, പെർഫെക്റ്റ് ആണല്ലേ. അപ്പൊ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് സേവ് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവണം. പക്ഷേ എന്തുകൊണ്ട് ആക്റ്റീവ് ആവില്ല വെച്ചാൽ നമ്പർ എൻ്റർ ചെയ്തിട്ടില്ല വാട്സാപ്പിൽ. മേ ബി ഒന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ജസ്റ്റ് ഇവിടെ കോൺടാക്റ്റേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ സൈഡിൽ വേണ്ട. ഇനി സൈഡ് ഒന്ന് മാറ്റാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പൊ സൈഡ് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ നോക്കല്ലേ. വിഡ്ജറ്റ് കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ സൈഡ് മാറ്റിയിട്ട് നമുക്ക് സൈഡ് ഒന്ന് മാറ്റാൻ പറ്റും നോക്കാം. വിഡ്ജറ്റ് ഐക്കണൊക്കെ അത് മതി, ഇത് മതി, ഇത് മതി. റൈറ്റ് നമുക്ക് ലെഫ്റ്റിലേക്ക് മാറ്റാം. അപ്പൊ ലെഫ്റ്റിലേക്ക് മാറ്റുന്ന സമയത്ത് ഇതിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഏത് കളറാണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത്, ഏത് സൈഡാണ്, അതുപോലെ തന്നെ ഏത് ബട്ടണാണ് ഇവിടെ വേണ്ടത്. ഇപ്പൊ ഇതാണുള്ളത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും, ഇത് കൊടുത്തത് വരും. റൈറ്റ് നിറയെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, സേവ് ചെയ്ത് നോക്കാം. ഇത് ലൈവായിട്ട് നമുക്കൊന്ന് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താലോ. ഓക്കെ, കമോൺ. ഓക്കെ, ഇത് ഇങ്ങോട്ടാണ് വരേണ്ടത് അല്ലേ? ഇങ്ങോട്ടല്ലേ വരേണ്ടത്? ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നുകൂടെ സേവ് ചെയ്ത് നോക്കാം. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെറിയ ടൈം എടുക്കണ്ടായിരിക്കും. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, വെയിറ്റ്. ഓക്കെ, നമുക്കിതൊന്ന് വേറെ ഒരു ഗൂഗിൾ ബ്രൗസറിലും കൂടി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഫൈൻ. നമ്മുടെ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റ് ആണ്. യാ, സൂപ്പർ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്സപ്പ് അതുപോലെ തന്നെ ഫോണും വന്നിട്ടുണ്ട്. ഫോൺ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോള് പോവും. വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. വാട്സപ്പ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിലേക്ക് പോയിക്കോളും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൊടുക്കാത്തതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം ഇവിടെ വന്നിട്ടില്ല. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാം ലിങ്ക് കറക്റ്റ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, എനിവേ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ചോദിക്കാം. തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോ ലെസണിൽ ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ വേർഡ്പ്രസ് വെബ്സൈറ്റിൽ എങ്ങനെയാണ് വാട്സപ്പ് ബട്ടൺ, കോൾ ബട്ടൺ, മെസ്സേജ് ബട്ടൺ, അതുപോലെ തന്നെ ചാറ്റ് ഓപ്ഷന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് എൻക്വയറി ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മെസ്സേജ് അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്തത്. എനിവേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ലെസണായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.